ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറിയൊരു ജലദോഷം പിടിച്ചിരിക്കണം. അപ്പൊ ശബ്ദത്തിന് അതിൻ്റെതായ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ മോളെ ചെറുതിനെയും കൊണ്ടിട്ട് ചെറിയ മോളെ ചെറിയ ആളെയും കൊണ്ടിട്ട് പിന്നെ ബാംഗ്ലൂരിലേക്ക് പോവാണ്. മരോന് വന്നിരുന്നു. നമ്മൾ കാറിലാട്ടോ പോകുന്നത്. അപ്പോൾ പോണ പോക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ എത്തിയിട്ട് ഇത്തിരി അവിടെ ഒരു ഹോട്ടലിലൊക്കെ നമ്മൾ പോയിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഒന്നും മറക്കണ്ട കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമ്മൾ വയനാട്ടിൽ നാലാമത്തെ ചുരത്തിലേക്ക് എത്തുന്ന ഒരു ഷോർട്ട് കട്ടിലൂടാണ് പിന്നെ മരോന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. അവിടെ നല്ല മഴ ഉണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയതായിരുന്നു. അവിടെ നല്ല കാടമുട്ടൊക്കെ കിട്ടുന്ന എല്ലാവർക്കും അറിയുന്ന സ്ഥലം ഉണ്ടല്ലോ. അത് പിന്നെ ചുരത്തിന്റെ മേലല്ല, അവിടെ നിന്ന് ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് ചുരം കയറുന്നത് കേട്ടോ. നമ്മൾ ആ പിന്നെ ചുരം കയറുന്ന തൊട്ട് മുൻപേ ഉള്ള പിന്നെ വഴി കൂടെ അങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ നാലാം ചുരത്തിമേലേക്ക് എത്തി. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കാടമുട്ട പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. അപ്പൊ അവിടുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയി. പിന്നെ ബോർഡറൊക്കെ കടന്നു കഴിഞ്ഞ ശേഷം നമ്മളൊരു മൈസൂർ എത്താനായപ്പോൾ നമ്മൾ ഇതൊക്കെ പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയി. 3:30 ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. നല്ല അടിപൊളിയുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. അവിടെ വെച്ചാല് പിന്നെ അവിടെ താമസമുണ്ട്, റിസോർട്ടാണ്. അപ്പോ ഇവര് ഇതിന്റെ മുന്നേ പോയിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മളെയും കൂട്ട് അവിടെ ഒന്ന് പോയതാ. ഇവിടെ എന്തെങ്ങനെ കളിക്കാനുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല് ഒക്കെ ഉണ്ട്. നല്ലൊരു താമസക്കാരുണ്ടെങ്കിൽ അവിടെ പൂളും ഉണ്ട്. മനസ്സിലായോ? നമുക്ക് അത് അലോഡ് അല്ല. പക്ഷെ പിന്നെ അവിടെ താമസക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ. ആ ഭാഗത്തൊക്കെയാണ് താമസക്കാരുള്ളത്. അങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ച് ആ കാണുന്ന ഭാഗത്ത് നല്ലൊരു സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് അവിടെ ഇരിക്കാന്ന് പറഞ്ഞവര്. അവിടെ നിന്ന് പുല്ലിലൊക്കെ ഇരിക്കുക. പക്ഷെ നല്ല കാറ്റുണ്ട്. നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു രാത്രി ആയാല് ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം നല്ലൊരു കാറ്റാണ്. ഭയങ്കര കാറ്റാണ്. നമ്മൾ വിചാരിക്കും എന്ത് കാറ്റാച്ചാ അവളെ ഇവിടെക്കാണ് അങ്ങനത്തെ കാറ്റിന് മഴ പെയ്യുന്നത്. അവിടെ മഴ ഒന്നും പെയ്യില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ സ്വിമ്മിംഗ് പൂള് ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ ഒരു ഹോട്ടലിലത്തെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാലായിരിക്കും അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങരുതെന്ന് വിചാരിക്കുന്നത്. നമ്മള് പോയ ടൈമിൽ ആരും ഇല്ലായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കണ്ടോ, നല്ലൊരു റിസോർട്ടും കൂടിയുള്ള ഒരു ഹോട്ടലാണത്. അപ്പത്തിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓർഡർ ചെയ്ത സൂപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പൊക്കെ കുടിച്ച് പിന്നെ ഓരോന്ന് സ്റ്റാർട്ടർ അങ്ങനെയാണ് അവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ ആണല്ലോ. അപ്പൊ നമ്മളിത് അത് കുടിച്ച് കഴിയുമ്പത്തിനൊക്കെ അടുത്ത് വന്ന് പിന്നെ നമ്മള് പിന്നെ ഇതായിരുന്നു നാനും പിന്നെ പനീറിന്റെ ചില്ലി പോലത്തതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നൊക്കെ ചൂടോടുക്കാണല്ല നമ്മളൊന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ഒന്ന് എത്തുള്ളൂ. അപ്പൊ പിന്നെ അത്ര ഇതൊന്നുമില്ല. നല്ല നമ്മളൊക്കെ ആസ്വദിച്ച് കഴിച്ച് പിന്നെ നമ്മൾ യാത്രയിലും അല്ല. അപ്പൊ പിന്നെ അവിടുന്ന് നമ്മള് വീട്ടിലെത്തുമ്പത്തിനേക്ക് 1 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് കൂടുന്നു പിന്നെ ഒരു 3:30 ടൈമിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി പിന്നെ കാരണം എന്താ വെച്ചാല് നമ്മൾ ഓരോ സ്ഥലത്ത് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴൊന്ന് നിർത്തും. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയപ്പോ ഇവിടെയൊക്കെ 1 മണിക്കൂർ തന്നെ ആയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ആയി നമ്മൾ കഴിച്ച് എല്ലാരും കൂടി അങ്ങോട്ട് കഴിച്ച് ഇതാവുമ്പോ വണ്ടി കയറുമ്പോ പിന്നെ നമ്മള് പിന്നെ അവിടെ പോയ ശേഷം ഞാൻ വേറെ എവിടെയും പോയിട്ടില്ലേനു ഇപ്രാവശ്യം ഒരു മടി പോലെ പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതാക്കി മോളു ചെറുതുള്ളല്ലോ. അപ്പൊ അതിനെ കളിപ്പിച്ചിരിക്കുമ്പോ നേരം പോണത് അറിയൂല. അപ്പൊ പിന്നെ പോവാൻ മടി. അപ്പൊ അങ്ങനെ ഒരു ശനിയാഴ്ച നമ്മൾ ഇങ്ങോട്ട് വരുന്ന മുൻപേ തന്നെ പിന്നെ ഒന്ന് ഹോട്ടലിൽ പോവാ പറഞ്ഞിട്ട് ഇവിടെ പോവാണ്. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഹോട്ടലായിരുന്നു. ഒരു 2 ടൈപ്പും ഉണ്ട്, അറേബ്യനും ഉണ്ട് പിന്നെ മറ്റേ സാധാ ചെയർ ഇട്ടതുണ്ട്. അപ്പൊ ഏതിലും വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. ഇവര് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്കാം, മോളെ ഇരുത്തും ചെയ്യാം. അപ്പൊ പേടിക്കാനില്ല. അവിടെ നല്ല കുഷ്യനൊക്കെ ഇട്ടിട്ടാ നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ആയിട്ട് ബേബി അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി. മൂപ്പർക്ക് കുറച്ചൊരു ആളൊക്കെ കാണുമ്പോ ഒരു സന്തോഷമാണ്. നമ്മള് വീട്ടിൽ ആരും ഇല്ലാത്തല്ല, അപ്പൊ അതിന്റെ ഒരു വിഷമം അതിനുണ്ട്. അപ്പൊ പുറത്തിറങ്ങിയാല് ഭയങ്കര ഹാപ്പിയാ മൂപ്പര് ആളൊക്കെ കാണുമ്പോൾ. കണ്ട അവിടെയുള്ള ഓരോ പിന്നെ സാധനങ്ങളും നല്ലൊരു പഴയ ഒരു ലുക്കിലേക്ക് ഞാൻ പറയാം അലാബുദ്ദീന്റെ വിളക്കൊക്കെ ഉണ്ട് അവിടെ. അതേപോലെ ഉണ്ട്, അത് ഞാൻ കാണിച്ചത് ലാസ്റ്റില് ഉണ്ട്. അങ്ങനെ ഞാൻ പറയും ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക് തോന്നി. അപ്പത്തിനേക്ക് സ്റ്റാർട്ടറൊക്കെ വന്നിട്ടോ. സ്റ്റാർട്ടറൊക്കെ നമ്മള് ചിക്കൻ്റെതും പിന്നെ മന്തിയാണ് ഓർഡർ ചെയ്തത്. അത് മട്ടൻ ക്രീമി ജ്യൂസി മന്തി ആയിരുന്നു കേട്ടോ.
പിന്നെ ഒരു മിൻറ്റോ ജ്യൂസും ഒക്കെ. പിന്നെ അപ്പത്തേക്കും മയോണൈസ് ഇതിൽ കഴിക്കാനുള്ളത് ഒക്കെ അങ്ങനെ ഓരോന്നായിട്ട് നമ്മളൊന്ന് കഴിക്കുമ്പോഴത്തേനൊക്കെ അടുത്തത് വന്ന് അങ്ങനെ കഴിച്ചിട്ട് മോളുണ്ടായതിനെ കൊണ്ട് അതിനവിടെ ഇരുത്തിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഇപ്പോൾ മൂപ്പരിപ്പോൾ ഇരിക്കാനൊക്കെ പഠിച്ചതിനെ കൊണ്ടേ കുറച്ചൊരു ഇതാണ്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ മടിയിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കഴിച്ചുകൂടി. അപ്പൊ ഞാൻ മടിയിൽ വെച്ചിട്ട് എനിക്ക് അതൊരു എയിമായപ്പോൾ ഞാൻ മടിയിൽ വെച്ചിട്ട് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന്റെ മട്ടനൊക്കെ നല്ലോണം എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇത് ഇവിടെയൊക്കെ നോക്കി ഓരോ കൂജകള് നമ്മളിങ്ങനെ കടുക്കുന്നതോടും ഓരോ ഇത്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ട് കുനാഫയായിരുന്നു ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് നടന്ന് അവിടെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. ഇത്രയും തോനെ ആളുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് രണ്ടാക്കി ഇരിക്കാനുള്ള ഇതുണ്ട്. ഇത് നമ്മൾ ബാംഗ്ലൂരിലെ ഒരു സിറ്റിയാണ്. നല്ല വലിയ സിറ്റി തന്നെയാണ്. കോർമംഗള പറഞ്ഞിട്ട് ഇവരും താമസിക്കുന്ന സ്ഥലത്തിന്റെ അവിടേക്ക് കോർമംഗള എന്ന് തന്നെ പറയല്. പക്ഷെ ഇവര് ഇവര് താമസിക്കുന്ന തൊട്ടടുത്തല്ലത് കുറച്ചും ഇങ്ങോട്ട് വരണം. അപ്പൊ അവിടാണ് ഹബ്ബൊക്കെ ഉള്ളത്. നല്ല ഇപ്പൊ കുറച്ചും കൂടി വൈകുന്നേരം ആണെങ്കിൽ നല്ല പാട്ടും ഡാൻസൊക്കെ കാണാ പല ടൈപ്പും കാണാതാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പത്തിനേക്ക് നമ്മള് വേഗം വീട്ടിലേക്ക് എത്താത്. അപ്പത്തിനേക്ക് നമ്മളെ കുനാഫ വന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡിനൊന്നും നമുക്കൊന്നും പറയാനില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മള് ഒരു സ്ഥലത്ത് പോയാൽ ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോകാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ലല്ലോ അല്ലെ. ഇവര് ഒരു പ്രാവശ്യം വന്നത് അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ അവിടെ ആയിക്കോട്ടെ. ഇവര് പോയിട്ടുള്ള സ്ഥലത്താകുമ്പോ ഒരിക്കൽ ആ ഭക്ഷണത്തിന്റെ ഇത് അറിയല്ലോ. അങ്ങനെ നല്ലൊരു വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഓരോരുത്തരും ഒഴിയുമ്പത്തിനൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി. തിരക്ക് ഇല്ലേം താനോ നല്ലിട്ട് ആള് കുറവല്ലേം താനോ അങ്ങനാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ അവിടെ ആദ്യം ബുക്ക് ചെയ്യും വേണം. ഇവര് വിളിച്ചിട്ട് ആദ്യം തന്നെ സീറ്റ് ബുക്ക് ചെയ്യും വേണം. അങ്ങനൊക്കെയാണ് നമ്മൾ പോയത്. നമ്മളൊരു 2:30 കഴിഞ്ഞിട്ടുണ്ട് പോകുമ്പോ. അപ്പൊ അവരുടെ പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ മെനുവിന്റെ ചാർട്ട് അത് ഒരു ബുക്ക് പോലാണ്. അതിലിങ്ങനെ അവര് ഓരോന്ന് ഇത് പണ്ട് ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു കഥക്കെ ഉണ്ട് അതില്. കഥ ഒന്നും വായിക്കാനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ബുക്കൊന്ന് മറിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ കണ്ടോ അലാബുദ്ദീന്റെ വിളക്ക് കണ്ടോ. ഇതാണ് അലാബുദ്ദീന്റെ വിളക്ക്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങനത്തെ ഓരോ നല്ല രസമുണ്ടായിരുന്നു അവിടെ. കാണാൻ തന്നെ ഒരു നല്ലൊരു രസമുണ്ടായിരുന്നു. നമുക്ക് ഇരുന്നാല് അതേപോലെ തന്നെ ഒരു നല്ലൊരു സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ച് എണീക്കുക. ഇരുന്നൊക്കെ സമാധാനത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നമ്മൾ കുറച്ചൊന്ന് ആ ഭാഗം ഒന്ന് കാണാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയതാ. അപ്പത്തേനും കണ്ട അവിടെയൊക്കെ ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥലങ്ങൾ. മെയിൻ സ്ഥലം എന്ന് പറഞ്ഞ് ഇത് ഫുള്ളും ഇതിൻ്റെതായ ഹോട്ടലുകളാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പാട്ടും എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇത് കണ്ടോ നല്ല രസമുണ്ട് അല്ലേ. അതിന്റെ ഓരോ ചിത്രപ്പണികളൊക്കെ കാണാൻ അത് നല്ലൊരു നമ്മളൊരു മെറ്റലിന്റെ ഒക്കെ ഒരു സംഗതി പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഞാവൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് അധികം താഴ്ത്തിയിട്ട് എടുക്കാഞ്ഞതാണ്. കുറെ ആൾക്കാർ നല്ല റോഡ് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി കണ്ട സ്ഥലങ്ങളൊക്കെ കുറച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അത് വെച്ചാല് നമുക്ക് പോയി കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല രസമല്ലേ കാഴ്ചകൾ കാണാൻ. നല്ല എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പൊ നമ്മള് കുറച്ച് അധികം ഫോട്ടോ ഒന്നും എടുത്തില്ല. ഒരു ഫോട്ടോ തന്നെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. താങ്ക് യു.